പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ഞാവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങുകയാണ്. മണാങ്ങിലോട്ടാണ് ഇന്നത്തെ യാത്ര. ഇന്നലെ മണാങ് എത്താൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഇതാ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് രാവിലെ നാവൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് രാവിലെ മണാങ്ങിലോട്ട് ഇറങ്ങുകയാണ്. ഇന്നലെ കണ്ടതുപോലെ 2 പോത്തിൻ്റെ തല ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതാ കാണുന്ന വഴിയാണ് പോകേണ്ടത്. മണാങ്ങിലൊരു ഉച്ചയാകുമ്പോൾ എത്തും. മണാങ്ങി പോയിട്ട് വേണം നമുക്ക് തിരിച്ചോ തടാകം അവിടെ പോകേണ്ടത്. അപ്പോൾ ഒരു ദിവസം മണാങ്ങിൽ വെയിറ്റ് ചെയ്യേണ്ട വരും. ഇന്നും നാളെ മണാങ്ങിൽ നിൽക്കേണ്ട വരും. നാളെ തിരിച്ചോ കാണാൻ പോകണം. അപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. നവാലിലെ ഹോട്ടലുകളിലെല്ലാം മഞ്ഞ പൂക്കൾ, എല്ലായിടത്തും മഞ്ഞ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ക്യാബേജൊക്കെ ഇതാ നട്ടിട്ടുണ്ട്. താഴെ ഒരു ഗ്രാമം കാണാം. എല്ലായിടത്തും ചെടിയില്ലാത്ത സ്ഥലമില്ല. ചെമ്മരിയാട് ഒരു പറ്റം അതാങ്ങ് നിൽപ്പുണ്ട്. ഇവിടെ പശു കുറേ ഉണ്ട്. ഒരു പശുവിന് മാത്രമേ കഴുത്തിലൊരു മണിയുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ട് പുല്ലുമേയാൻ. അങ്ങ് മുകളിൽ മൊണാസ്ട്രി ഉണ്ട്. ഇതാ വീണ്ടും ഇങ്ങനെ ആപ്പിള് നിറഞ്ഞ് കാച്ചി കിടപ്പുണ്ട്. ഒരു കിലോ വാങ്ങാൻ ആരെയും കാണാനില്ല, അല്ലെങ്കിൽ ഒരു കിലോ വാങ്ങി വെക്കാമായിരുന്നു. ഇതെല്ലാം ചെറിയ ആപ്പിള്, വലുതാവും. പഴയ വീട്, ഇതിനകത്തെല്ലാം ആൾ താമസമുണ്ട്. ഈ പഴയ വീട്ടിലെല്ലാം അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. നമുക്ക് ആ മൊണാസ്ട്രി ഒന്ന് കണ്ടുവരാം. എന്തായാലും ഒരു പ്രാവശ്യമല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ മൊണാസ്ട്രിയൊക്കെ കണ്ട്
കണ്ടിട്ട് പോവാം. ഇതാ ഇവിടെ ഒരു ചെറിയ സ്തൂപ പോലെ ഉണ്ട്. നമുക്ക് നേരെ മൊണാസ്ട്രിക്ക് അകത്തോട്ട് പോവാം. ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമെന്നാണ് തോന്നുന്നത്. ആ മുകളിൽ കാണാം. മുകളിലോട്ട് കയറുന്നില്ല, തിരിച്ച് നടക്കുകയാണ്. പഴയകാല കല്ല് കൊണ്ടുള്ള സ്തൂപയാണിത്. നമ്മളിവിടെ വരുമ്പോൾ ഒരു സ്തൂപത്തിനകത്തുകൂടെ ഒരു വലിയ മരം ഇങ്ങനെ നിൽപ്പുണ്ട്. നമുക്ക് ആ വഴിയാണോ ഇപ്പുറത്തൂടെ ആണോ എന്ന് അറിഞ്ഞൂടാ. ഈ സ്തൂപയ്ക്കകത്ത് കയറി കറങ്ങിയിട്ട് പോവാം. ഇവിടെ ഒരു വലിയ കവാടം പോലെ ഉണ്ട് സ്തൂപ. ഓരോ പ്രാവശ്യം ഇത് കറങ്ങുമ്പോൾ ഓരോ മണി കേൾക്കും. ഇവിടെ എല്ലായിടത്തും ഈ ആക്കിൻ്റെ തല ഇങ്ങനെ വെച്ചിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും. തല മാത്രമല്ല, അതിൻ്റെ കൊമ്പ് വരെ അവർ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള വഴിയാണ്, അതാ കാണുന്നുണ്ട്. നമ്മൾ നടന്ന് നാവൽ എന്ന ഗ്രാമത്തിൻ്റെ കവാടം എത്താറായി. ഇത് കഴിയുമ്പോൾ ഇനി അടുത്തൊരു ഗ്രാമത്തിലോട്ട് പോവുകയാണ്. താഴെ അങ്ങ് റോഡിൻ്റെ താഴെ ഒരു ഗ്രാമം കാണാം, ഒരു ചെറിയ എയർപോർട്ടൊക്കെ ഉണ്ട്.
ചെറിയൊരു റൺവേ കാണാം. എയർപോർട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, കണ്ടിട്ട് എയർപോർട്ട് പോലെയാണ്. പോവേണ്ട വഴി അതങ്ങ് ദൂരെ കാണാം. ഇത്രയും ഇറങ്ങി അങ്ങനെ നടക്കാണ്ടിന്. അങ്ങ് ദൂരെ കാണുന്നത് ബ്രാഗ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമം. അവിടെ എത്താറായി. നമുക്ക് പോകേണ്ടത് മണാങ്ങിലോട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ഓൾവേര വലിയ കിറ്റാശിയൊക്കെ കാണാം. ബ്രാഗ ഗ്രാമമാണ് നമ്മൾ നേരെ ഫ്രണ്ടിൽ. വലിയൊരു സ്റ്റേഡിയമൊക്കെ കാണാം. സ്റ്റേഡിയത്ത് പശു മേഞ്ഞുകൊണ്ട് നിൽക്കുക. ചെറിയ കുറച്ച് ഹോട്ടലുകളും കുറച്ച് വീടുമൊക്കെയുള്ള ബ്രാഹ എന്ന് പറയുന്ന ഗ്രാമം. ആ മരം കഴിഞ്ഞു ആ ഒരു സ്തൂപ കാണാം. ആ സ്തൂപ കഴിഞ്ഞാൽ ഈ ഗ്രാമം കഴിഞ്ഞു. അത്ര ഒരു ചെറിയ ഗ്രാമം. ഇവിടെ 2 ഗ്രൗണ്ടും ഒക്കെ കാണാം. ഇതാ പഴയ കാലത്ത് അടി കൊണ്ടുള്ള വീട്. നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകുന്നതിനെക്കാട്ടി വളരെ പഴയകാല ഗ്രാമങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അന്നപൂർണ സർക്കിട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. നമസ്തേ. ഇവിടെ വണ്ടിയൊക്കെ വരും. എല്ലായിടും ഒരു റോഡ് ചെയ്തിട്ടുണ്ട്.
ഉച്ചയ്ക്ക് ആപ്പിൾ വാങ്ങിച്ചു. ഇവിടെ നിന്ന് ഒരു 3 ആപ്പിൾ വാങ്ങിച്ചു ഉച്ചത്തേക്ക്. അപ്പോൾ ആ ഉച്ചയ്ക്ക് ആപ്പിൾ കഴിച്ചാൽ മതി. നല്ല മധുരമുണ്ട്. ഞാൻ ആപ്പിൾ വാങ്ങിച്ച കടയിൽ എൻ്റെ സ്റ്റിക്ക് ഞാൻ മറന്നു വെച്ച്, എൻ്റെ സ്റ്റിക്കും കൊണ്ടിതാ അവർ ഒരു വരെയാണ്. താങ്ക് യു. ആപ്പിൾ കഴിച്ച് സ്റ്റിക്കിൻ്റെ കാര്യം മറന്നുപോയി. അടുത്ത ഗ്രാമം അങ്ങ് ദൂരെ കാണാം. അങ്ങ് ദൂരെ അടുത്ത ഗ്രാമം കാണാം. ഈ ഒരു പുഴയുടെ തീരത്തൂടെ ഇങ്ങനെ വഴിയാണ്. നടന്ന് തളർന്ന് നടത്തം മാത്രമേ ഉള്ളൂ. ഈ പാലത്തിനപ്പുറത്ത് കുറേ കുതിരകൾ മലയുടെ താഴെ. അടുത്ത ഗ്രാമം നമ്മൾ എത്താറായി. അങ്ങ് മുകളിലൊരു വലിയ മൊനാസ്ട്രിയൊക്കെ കാണാം. ഈ വില്ലേജിൻ്റെ പേര് ബ്രാഗ വില്ലേജാണ്. എല്ലായിടത്തും ഹോട്ടൽ തന്നെയാണ്. റോഡ് സൈഡ് മൊത്തം ഹോട്ടലുകളാണ്. ഇവരൊക്കെ താമസിക്കുന്ന അങ്ങ് മുകളിൽ കാണാം പഴയ വീടുകളാണ്, കല്ല് കെട്ടിയ. കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരു ഗ്രാമം. എല്ലാവരും ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രാമം വളരെ മനോഹരമാണ്. ഇതിവിടെ ഒരാൾ വെയിൽ കൊണ്ട് അങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ബേക്കറിയൊക്കെ ഉണ്ട്. ഈ ഗ്രാമം
കഴിയാറായില്ല, ഇനിയുണ്ട്. ഇതാ ഇവിടെ ആപ്പിള്, ചെറിയ ആപ്പിൾ, നേരത്തെ വാങ്ങിയതുപോലത്തെ ആപ്പിൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങ് ദൂരെ മണാങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്താറായി. ഇവിടെ എല്ലാം കുതിര. കാട്ടുകുതിരയൊന്നുമല്ല, ആൾക്കാർ വളർത്തുന്നതാണ്, മേയാൻ വേണ്ടി വിട്ടിക്കുന്നത്. ഇവിടെ റോഡിൽ നിൽപ്പുണ്ട്, ചവിട്ടമെന്ന് അറിഞ്ഞൂടെ ഇതൊക്കെ.